ലേസാഗമയക്കറിയേ രോസാപ്പോല സിരിക്കിറിയേ ആളാന നാൾ മുതലേ നാ വെന്തയക്കറി തിന്നുവന്തേ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ അച്ചാറുണ്ടാക്കാം, ഉലുവ അച്ചാർ. അതിനാദ്യം ഉലുവ നന്നായി വറുത്തെടുക്കണം. ഉലുവ വറുത്തെടുത്ത് ആറാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി പൊടിച്ചെടുക്കാം. നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി മാവാക്കണ്ട, ഒരു ചെറിയ തരിമട്ടത്തിൽ പൊടിച്ചെടുക്കണം. പുളി കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, കായം, പിന്നെ ശകലം ശർക്കര, പിന്നെ ഉപ്പ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും കായവും പുളിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെള്ളം ഒഴിച്ച് കലക്കണം. കട്ടിയില്ലാതെ കലക്കിയെടുക്കണം. കടുവറുക്ക് ആവശ്യത്തിന് ചെറിയ ഉള്ളി, തേങ്ങ അരിഞ്ഞത്, പിന്നെ കരിവേപ്പില, പിന്നെ ആവശ്യത്തിന് കടുവ്. ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചാലും നന്നായിരിക്കും. ഞാനിപ്പോൾ പാമായിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ ഉള്ളത് വെച്ച് നമുക്കെടുക്കാം. കടുവിട്ട് കൊടുത്തു. തേങ്ങയും ഉള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. കരിവേപ്പിലയും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കലക്കി വെച്ചിങ്ങനെ ഉലുവയെ ചേർത്ത് കൊടുക്കാം. തിളച്ച് വന്നതേ ഉള്ളൂ. ഈ സമയം ഇങ്ങനെ ലൂസായിരിക്കും. നല്ല തിളച്ചതിന് ശേഷം നല്ല കുറുവി ഉലുവ നല്ല വെന്ത് കുറുകി വരും. ആ സമയമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് നല്ല തിളച്ച് ഈ പരുവത്തിന് വന്നിട്ടുണ്ട്. തീരെ കുറുകരുത്. തീരെ കുറുകിയ ഇരിക്കുക, ചൂടാറാറ് കുറേ കൂടെ കട്ടി കൂടിയിട്ടേ ഇരിക്കും. അതിനെക്കാട്ടിലും നന്നായിട്ട് ഈ ലൈറ്റായിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഉലുവ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ദേഹത്തിനും വളരെ നല്ലതാണ്. എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്ന് കമൻറ്റിൽ പറയണം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. താങ്ക് യു.